ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ദൈവം. എഴുതി വെച്ചോ ഹെഡിങ്, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ദൈവം. കേട്ടോ, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ദൈവം. 2 എക്സാമ്പിളുകളാണ് അച്ഛൻ എടുക്കുന്നത്. കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച 2 ഇടങ്ങൾ. ഒന്ന് ലൂക്ക 11, എഴുതി വയ്ക്കും. ലൂക്ക 11. 2 മത്തായി 6, 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ലൂക്ക 11-ലും പിന്നെ മത്തായി 6, 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലും നമ്മുടെ കർത്താവായ ഈശോ മിശിഹ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന ഏതാണ്? ഏത് പ്രാർത്ഥനയാണ്? സ്വർഗസ്ഥനായ പ്രാർത്ഥന. എല്ലാവരും ഒന്ന് കണ്ണടച്ച്, ഇറങ്ങിപ്പോരുത് കേട്ടോ. കണ്ണടച്ച് എല്ലാവരും നല്ല ഒച്ചയിൽ നന്നായിട്ട് ഫീൽ ചെയ്യണം. കരങ്ങൾ നെഞ്ചത്ത് വയ്ക്കുക. ഇത് കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. സ്വർഗം നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയുടെ പവർ ഇന്ന് നമ്മൾ ശരിക്കും തിരിച്ചറിയണം. ശരിക്കും ഒന്ന് ഫീൽ ചെയ്തിട്ട് ഈ പ്രാർത്ഥന അതരം കൊണ്ടല്ല, ഹൃദയം കൊണ്ട് നിങ്ങളൊന്ന് ഫീൽ ചെയ്തിട്ട് നൊച്ചയിൽ ചൊല്ലിയേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിലുണ്ട്. ഇനി ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത, നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നേരിട്ട് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയാണിത്. ഇനി ഈ പ്രാർത്ഥനയുടെ പ്രത്യേകതകൾ പറയാൻ പോവാണ്. ഈ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ പ്രത്യേകതയാണ് ഇതൊരു സമൂഹ പ്രാർത്ഥനയാണ്. എഴുതി വയ്ക്കുക, സമൂഹ പ്രാർത്ഥന. സമൂഹ പ്രാർത്ഥനയാണ്. അനീറ്റ ഓർക്കുന്നുണ്ടോ? എഴുന്നേറ്റ്, പ്രൊഫസറാവാനുള്ള പറഞ്ഞോ. എന്താണ് സമൂഹ പ്രാർത്ഥന എന്ന് പറയാൻ കാരണം എന്താ? ഈ പ്രാർത്ഥനയിൽ അനീറ്റ PhD ചേരാൻ പോവാണ്. ഭയങ്കര ജീനിയസാ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കും. വെരി ഗുഡ്. അതായത് ഈ പ്രാർത്ഥനയിൽ എവിടെയും നമുക്ക് എൻ്റെ, ഞാൻ എന്നുള്ള പദപ്രയോഗങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല. ഈ പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പിന്നെ പ്രാർത്ഥന അങ്ങനെ പോവും. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, പിന്നെ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പിന്നെ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കണ്ടോ, ഇതൊരു വ്യക്തിപരമായ പ്രാർത്ഥനയേക്കാളും ഉപരി നമ്മൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോകം മുഴുവനും ചേർത്ത് പിടിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അതായത് ഒരു സമൂഹ പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ സ്വർഗസ്ഥനായ പ്രാർത്ഥനയുള്ളത്. അതോടൊപ്പം തന്നെ കുടുംബ പ്രാർത്ഥനകളിൽ സ്വർഗസ്ഥനായ പ്രാർത്ഥനയുള്ളത്. ജപമാലയിൽ സ്വർഗസ്ഥനായ പ്രാർത്ഥനയൊക്കെ ചേർത്ത് വയ്ക്കാനുള്ള കാരണം ഇതൊരു സമൂഹ പ്രാർത്ഥനയായതുകൊണ്ടാണ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ഒന്നാമത്തെ പ്രത്യേകത സമൂഹ പ്രാർത്ഥന. ഒന്നാമത്തെ പ്രത്യേകത സമൂഹ പ്രാർത്ഥന. രണ്ടാമത്തെ പ്രത്യേകത എന്തെങ്കിലും ഓർക്കണ്ടോ? ബെനീറ്റ ഓർക്കണ്ടോ നീ? രണ്ടാമത്തെ പ്രാർത്ഥന ഇതാണ്. കുറച്ച് ലോങ് സെൻറ്റൻസ് ആണ്, എഴുതിക്കോ. ഇന്നലെകളെയും ഇന്നുകളെയും നാളെകളെയും ബന്ധിപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. ഇന്നലെകളെയും ഇന്നുകളെയും നാളെകളെയും ബന്ധിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് കേട്ടോ. ഇന്നലെകളെയും ഇന്നുകളെയും നാളെകളെയും ബന്ധിപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. ഇന്നലെകളെ ബന്ധിപ്പിക്കുന്ന പ്രാർത്ഥനയാകുന്നത് എങ്ങനെയാണ്? ഇന്നലെകളെ, പാസ്റ്റിനെ കുറിച്ച് ഈ പ്രാർത്ഥനയിൽ എവിടെയാണ് നമ്മൾ കാണുക? പാസ്റ്റ്, ഞങ്ങളുടെ തെറ്റുകൾ എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ടല്ലോ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. കണ്ടോ, അത് ഇന്നലെകളെക്കുറിച്ച് പറയുന്നതാണ്. ഇന്നുകളെക്കുറിച്ച് പറയുന്നത് എവിടെയാണ്? അന്നു വേണ്ട ആഹാരം. മനസ്സിലായോ? അന്നു വേണ്ട ആഹാരം. നാളെകളെക്കുറിച്ച് പറയുന്നത് എവിടെയാണ്? പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കണ്ടോ, അതായത് ഇന്നലെകളെക്കുറിച്ചും
ഇന്നുകളെക്കുറിച്ചും നാളെകളെക്കുറിച്ചും പഠിപ്പിക്കുന്ന സമഗ്രമായ ഒരു പ്രാർത്ഥനയാണ് സ്വർഗസ്നായ പ്രാർത്ഥന. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോൾ 2 ചിന്തകൾ പറഞ്ഞു. ഒന്നാമത്തെ എന്തായിരുന്നു? സമൂഹ പ്രാർത്ഥന. രണ്ടാമത്തെ എന്തായിരുന്നു? ഇന്നലെകളെയും ഇന്നുകളെയും നാളെകളെയും ബന്ധിപ്പിക്കുന്ന പ്രാർത്ഥന. മൂന്നാമത്തേത് ദൈവഹിതം നിറവേറാനുള്ള പ്രാർത്ഥനയാണ്. ദൈവഹിതം നിറവേറാനുള്ള പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവഹിതം നിറവേറാനുള്ള പ്രാർത്ഥന. അതായത് ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോൾ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. എവിടെയും എൻ്റെ ഹിതം, എൻ്റെ രാജ്യം, എൻ്റെ ഇഷ്ടമൊന്നുമില്ല. കംപ്ലീറ്റ് ദൈവത്തിൻ്റെ ഇഷ്ടം കണ്ടെത്തുന്ന, ദൈവത്തിൻ്റെ ഹിതം കണ്ടെത്തുന്നൊരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. പ്രാർത്ഥനയെന്ന് പറയുന്നൊരിടം ഒരിക്കലും എൻ്റെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ളൊരിടമല്ല. ഇവിടെ നമ്മൾ ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിദേശത്ത് പോകാൻ ആഗ്രഹം ഉണ്ടാവും, കടബാധ്യത മാറാൻ ആഗ്രഹം ഉണ്ടാവും, രോഗം മാറാൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഇവിടെ വന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട രീതിയെക്കുറിച്ചാണ് പറയുന്നത്. കർത്താവേ, അങ്ങേക്കിഷ്ടമാണെങ്കിൽ ഈ രോഗം മാറ്റിത്തരണമേ, അങ്ങേക്കിഷ്ടമാണെങ്കിൽ എന്നെ അങ്ങ് വിദേശത്ത് വിടണമേ, അങ്ങേക്കിഷ്ടമാണെങ്കിൽ എൻ്റെ കടബാധ്യതകൾ മാറ്റിത്തരണമേ. പ്രാർത്ഥനയെന്ന് പറയുന്ന ഇടം ഒരിക്കലും നമ്മുടെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഇടമല്ല. മറിച്ച് നമ്മൾ ഈശോയുടെ മുന്നിൽ നമ്മുടെ ആവശ്യങ്ങൾ പ്ലേസ് ചെയ്യും. എന്നിട്ട് കർത്താവിന് ഇഷ്ടമാണെങ്കിൽ അത് തരണമേ. ഈ സ്വർഗസ്നായ പ്രാർത്ഥന അങ്ങനെയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം കണ്ടെത്തുന്ന, ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുന്ന, അവിടുത്തെ തിരുമനസ്സ് പിന്തുടരുന്ന ഒരു പ്രാർത്ഥനയാണ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ മൂന്നാമത്തെ പ്രത്യേകത ദൈവഹിതം നിറവേറാനുള്ള പ്രാർത്ഥനയാണ്. ഒന്നാമത്തെ എന്താ? സമൂഹ പ്രാർത്ഥന. 2, ഇന്നലെകളെയും ഇന്നുകളെയും നാളെകളെയും ബന്ധിപ്പിക്കുന്ന പ്രാർത്ഥന. 3, ദൈവഹിതം നിറവേറാനുള്ള പ്രാർത്ഥന. 4മത്തേതാണ്? തമാശയാണ്, കുടുക്കുള്ള പ്രാർത്ഥനയാണ്. കുടുക്കുള്ള പ്രാർത്ഥന കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു. കുടുക്കുള്ള പ്രാർത്ഥനയാണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ ചിന്തകളാട്ടോ, കോപ്പി അടിച്ചതല്ല. അതുകൊണ്ട് കോപ്പിറൈറ്റ് ഉണ്ട് ഇതിനല്ല. കുടുക്കുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ കുടുക്കുള്ള പ്രാർത്ഥനയെന്ന് അനീറ്റ പറയാൻ കാരണം എന്താ? അത് തന്നെ ഉണ്ടോ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. അതായത് ഇപ്പോൾ ഈ അമ്മച്ചി എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമിക്കണം. ഞാൻ ക്ഷമിച്ചാലേ എൻ്റെ കടങ്ങൾ ആര് ക്ഷമിക്കുകയുള്ളൂ? ഈശോ ക്ഷമിക്കുകയുള്ളൂ. ഇപ്പോൾ ആരാധനയ്ക്ക് വന്നിരിപ്പുണ്ട് നിങ്ങളെല്ലാവരും, ചിരിച്ചൊക്കെ വന്നിരിക്കുന്നുണ്ട്. നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികളോട് നിങ്ങൾ ക്ഷമിച്ചാൽ പ്രാർത്ഥിച്ചിട്ട് കാര്യമുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അതല്ലാതെ എത്ര ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. നീ ക്ഷമിച്ചാലേ നിനക്കും ക്ഷമ കിട്ടുള്ളൂ. നിന്റെ കർത്താവ് നിന്റെ ബന്ധനങ്ങളും തടസ്സങ്ങളും മാറ്റുള്ളൂ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത. എന്താ ഇപ്പോൾ പറഞ്ഞത്? കുടുക്കുള്ള പ്രാർത്ഥന. അടുത്തത് സ്തുതിപ്പിൻ്റെ പ്രാർത്ഥന. സ്വർഗസ്നായ പിതാവേ എന്ന് പറയുന്നത് സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയാണ് കേട്ടോ. സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയാവുന്നത് എങ്ങനെയാ? ഈ പ്രാർത്ഥന ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞേ. ഈ പ്രാർത്ഥന എങ്ങനെയാണ് സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയാവുന്നത്? കണ്ടോ, ഈ പ്രാർത്ഥനയുടെ ഫസ്റ്റ് പോർഷൻ മുഴുവനും സ്തുതിക്കുകയാണ് ദൈവത്തെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. സഭയുടെ എല്ലാ ഡോമിനൻ്റ് പ്രേയേഴ്സും നിങ്ങൾ എടുത്തു നോക്കിയേ, മെയിൻ പ്രേയേഴ്സ് എല്ലാം എടുത്തു നോക്കിയേ. എല്ലാ പ്രാർത്ഥനകളും സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനകളാണ്. വിശുദ്ധ കുർബാന ചൊല്ലുമ്പോൾ ഏത് റൈറ്റിലായാലും, ഇപ്പോൾ ലാറ്റിൻ റൈറ്റിലാണെങ്കിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. കണ്ടോ, ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇനി സ്വർഗസ്ഥനായ പ്രാർത്ഥന തുടങ്ങുമ്പോൾ തന്നെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണേ. സ്തുതിക്കുകയാണ്. നന്മ നിറഞ്ഞു പറയുമെന്ന് ചൊല്ലിയേ. നന്മ നിറഞ്ഞു പറയും. കണ്ടോ,
കണ്ടോ, അതും മറിയത്തെ സ്തുതിക്കുകയാണ്, പുകഴ്ത്തുകയാണ്. മറിയത്തിലുള്ള ദൈവികതയെ, ദൈവിക കൃപയെ സ്തുതിക്കുകയാണ്. എല്ലാ പ്രാർത്ഥനകളും അതെ സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനകളാണ്. ഈ സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥന കർത്താവ് നമുക്ക് നേരിട്ട് തന്നതാണ്. ഈ പ്രാർത്ഥനയുടെയും പ്രത്യേകത എന്താ? സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലുമൊക്കെ ഈ അപ്പൻ്റെ അടുത്ത് നിന്നൊക്കെ നേടിയെടുക്കാനുണ്ടെങ്കിൽ എന്താണ്, ഇങ്ങനെ ഒന്ന് സൂചിപ്പിച്ചൊക്കെ ആദ്യം അപ്പന് സുഖമാണോ സന്തോഷമാണോ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, നമ്മൾ എന്തെങ്കിലുമൊക്കെ സോപ്പിട്ടിട്ട് അവസാനമേ നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കത്തുള്ളൂ. ഇത് ശരിക്കും പ്രാക്ടിക്കലാണ്. ഈ പ്രാർത്ഥനയിലും ആദ്യം ദൈവത്തെ ഒന്ന് പൊക്കി പറഞ്ഞിട്ടാണ് പിന്നീട് അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്നുള്ളൊരു കാര്യത്തിലേക്ക് കടക്കുന്നത്. അതായത് കർത്താവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതാണ്. നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കാൻ വന്ന് ഓൺ ദ മൊമെൻറ്റിൽ മുട്ടുകുത്തി കഴിയുമ്പോൾ ഈശോയേ കടം മാറണേ, ഈശോയേ രോഗം മാറണേ, അങ്ങനെ ഇടിച്ചുകുത്തി പറഞ്ഞേക്കരുത്. എല്ലാത്തിനും ഒരു പാസോ ദൊപ്പോ പാസോ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ കർത്താവിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് കഴിയണം. എല്ലാ പ്രാർത്ഥനകളും ഞാൻ ഇപ്പോൾ കുറച്ചു നേരം മുമ്പ് പറഞ്ഞില്ലേ, സഭയുടെ എല്ലാ പ്രാർത്ഥനകളും സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനകളാണ്. പിന്നീടാണ് സ്തുതിപ്പ് കഴിയുമ്പോഴാണ് അപേക്ഷകൾ വരിക. എപ്പം പ്രാർത്ഥിക്കാൻ വന്ന് മുട്ടുകുത്തിയാലും നമ്മൾ ആദ്യം ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം, ഈശോയെ സോപ്പിടാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് ആ സ്തുതിപ്പ് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇടിച്ചു കുത്തി, നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണും, ഈ 5 അപ്പം 5000 പേർക്ക് വാഴ്ത്തി വിധിച്ച് കഴിഞ്ഞ് അവരെല്ലാവരും തന്തൂരി ചിക്കൻ അപ്പമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ വയറ് നിറഞ്ഞ് കഴിയുമ്പോൾ കർത്താവ് വഞ്ചി എടുത്ത് മറുകരയിലേക്ക് പോകും. അപ്പോൾ ആളുകൾ വീണ്ടും കർത്താവിൻ്റെ പിന്നാലെ പോവുകയാണ്. അപ്പോൾ കർത്താവ് പറയും, നിങ്ങൾ അപ്പം നിന്ന് വയറ് നിറഞ്ഞുകൊണ്ടാണ് എൻ്റെ പിന്നാലെ വരുന്നത്. കർത്താവിന് പേടിയാണ്. ഈ ആവശ്യങ്ങൾ മാത്രം പറയാൻ വേണ്ടിയിട്ട് വായ തുറക്കുന്നവരെ കർത്താവിന് പേടിയാണ്. ഓടിപ്പോയി കളയും കർത്താവിൻ്റെ ആത്മാവ്. എല്ലാത്തിനൊരു പരിധിയുണ്ട്. കർത്താവിനെ സ്നേഹിക്കുക. നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഉണ്ട്, ഒരു വശത്ത് നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതായിരിക്കരുത് നമ്മുടെ പ്രാർത്ഥനകൾ, മറിച്ച് കർത്താവിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ സഹോദരനോ സഹോദരിയോ അപ്പനോ അമ്മയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇന്ന കാര്യം വേണമെന്ന് പറയുന്നതിനേക്കാളും ഉപരി അപ്പനോ അമ്മയെ സ്നേഹിച്ച് കഴിയുമ്പോൾ പറയാതെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്തു തരും. ആദ്യം നിങ്ങൾ രാജ്യവും നീതിയും അന്വേഷിക്കുകയും ബാക്കിയെല്ലാം അതോടൊപ്പം ചേർക്കപ്പെടുമെന്ന് പറയും. ഈശോയെ സ്നേഹിച്ചാൽ മതി. ഈശോയെ ഹൃദയം കൊണ്ടൊന്ന് സ്നേഹിക്കാൻ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് നമുക്ക് അനുഗ്രഹങ്ങളൊക്കെ തരുമോ? ഹലോ, നമ്മൾ ചോദിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ചോദിച്ചിട്ടാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നത്? തന്നിട്ടുണ്ടോ ചോദിച്ചിട്ട്? പക്ഷെ അതിനേക്കാളും ഉപരി ചോദിക്കാതെ എത്രയെത്ര കാര്യങ്ങൾ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രയും നേരം പറഞ്ഞ സ്വർഗസ്നായ പിതാവിൻ്റെ പ്രത്യേകതകളൊന്ന് പറഞ്ഞ് പ്രാർത്ഥനയുടെ. ഒന്നാമത്തേത്, രണ്ടാമത്തേത് മൂന്നാമത്തേത് എന്തോ ദൈവഹിതം നിറവേറാനുള്ള പ്രാർത്ഥന. നാലാമത്തേത് കുടുംബ പ്രാർത്ഥന, പിടിപ്പുള്ള പ്രാർത്ഥന. 5 സ്തുതിപ്പിന്റെ പ്രാർത്ഥന. 6 എഴുതിക്കോ. സ്ഥിരത ആവശ്യപ്പെടുന്ന പ്രാർത്ഥന. സ്ഥിരത, കൺസിസ്റ്റൻസി ആവശ്യപ്പെടുന്ന പ്രാർത്ഥനയാണിത്. സ്ഥിരത നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്ക് വേണ്ട വലിയൊരു പുണ്യമാണ് കൺസിസ്റ്റൻസി. സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കണം. മത്തായി 7:7 പറയില്ലേ, ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കും കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. അപ്പോൾ നമ്മളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്ക് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റികളിലൊന്നാണ് സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കണം. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തോന്നും, അപ്പോൾ നമ്മൾ കുറേ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തോന്നാത്ത സമയത്ത് ഒട്ടും പ്രാർത്ഥിക്കില്ല. അങ്ങനെ ആവരുത്. ചിലപ്പോൾ നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ നല്ലതുപോലെ പ്രാർത്ഥിക്കാൻ തോന്നും. ഇത്തിരി അശുദ്ധിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒട്ടും പ്രാർത്ഥിക്കാൻ തോന്നില്ല. അങ്ങനെ പ്രാർത്ഥിക്കരുത്. പാപം ചെയ്താലും വിശുദ്ധിയിലാണെങ്കിലും അശുദ്ധിയിലാണെങ്കിലും നമ്മൾ ആ പ്രാർത്ഥനയിലെ സ്ഥിരത, സ്ഥൈര്യം കാത്തു സൂക്ഷിക്കാനായിട്ട് എപ്പോഴും പരിശ്രമിക്കണം. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ച് പറഞ്ഞ്, ഈ പ്രാർത്ഥനയിൽ എവിടെയാണ് നമ്മളോട് സ്ഥിരത ആവശ്യപ്പെടുന്നത്? ഈ പ്രാർത്ഥനയിൽ എവിടെയാണ് നമ്മളോട് സ്ഥിരത ആവശ്യപ്പെടുന്നത്? സ്വർഗസ്നായ പ്രാർത്ഥനയിൽ ഒരൊറ്റ
പാട്ടുള്ളൂ. അതിതാണ്, അന്നന്ന് വേണ്ട ആഹാരം. ആ പ്രാർത്ഥനയിൽ ശ്രദ്ധിച്ചോ, അന്നന്ന് വേണ്ട ആഹാരം. റിജ ചേച്ചി, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം. അതായത് ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കണം, അന്നന്ന് വേണ്ട ആഹാരം എനിക്ക് തരണമേ. പിറ്റേ നാളെയും രാവിലെ എഴുന്നേറ്റിട്ട് എന്താ പ്രാർത്ഥിക്കുക, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. അതിൻ്റെ പിറ്റേ ദിവസം എഴുന്നേറ്റിട്ട് എന്താ പറയുക, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. അതായത് കർത്താവ് നമ്മളോട് പറയുന്നൊരു കാര്യമാണ്, അന്നന്നത്തെ അപ്പത്തിന് വേണ്ടിയിട്ട് ഓരോ ദിവസവും നീ ചോദിക്കണം. ചില അമ്മച്ചിമാരൊക്കെ പറയും, അച്ഛാ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് അറിയത്തില്ല. അപ്പച്ചന്മാർ പറയും, ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് അറിയത്തില്ല. ഒരുപാട് ഞെരുക്കങ്ങളും കടബാധ്യതകളും വിഷമങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കർത്താവ് ഇങ്ങനെ നയിക്കുന്നുണ്ട്, നമ്മൾ മുട്ടിക്കത്തില്ല. ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികളെ കർത്താവ് ഒരിക്കലും മുട്ടിക്കത്തില്ല. ഇങ്ങനെ ഓരോരോ തടസ്സങ്ങൾ വരുമ്പോഴും കർത്താവ് അവിടുത്തെ പരിപാലനയിൽ നമ്മളിങ്ങനെ നയിച്ചുകൊണ്ടിരിക്കും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. എന്നിട്ടെന്ന് പറഞ്ഞേ ഈ സ്വർഗസ്നായ പ്രാർത്ഥനയുടെ പ്രത്യേകതകളെന്ന് പറഞ്ഞേ. ഒന്ന്, സമൂഹ പ്രാർത്ഥന. സമൂഹ പ്രാർത്ഥന എന്ന് പറയാൻ കാരണം എന്താ? ഞങ്ങളുടെ, വെരി ഗുഡ്. രണ്ടാമത്തേത് ഇന്നലെകളെയും, നിർത്ത്. ഇന്നലെകളെക്കുറിച്ച് പറയാൻ കാരണം എന്താ? പ്രാർത്ഥനയിൽ എവിടെ ഇന്നലെകളെക്കുറിച്ച് പറഞ്ഞേക്കുന്നത്? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ. ആ പോർഷനിൽ ഇന്നലെകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇന്നുകളെക്കുറിച്ച് പറയുന്നത് എവിടെയാ? അന്നന്ന് വേണ്ട ആഹാരം, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. നാളെകളെക്കുറിച്ച് പറയുന്നത് എവിടെയാ? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. ഓക്കെ, ഇനി അടുത്തത് പ്രാർത്ഥനയുടെ പ്രത്യേകത എന്തോ? ദൈവഹിതം നിറവേറാനുള്ള പ്രാർത്ഥന. ഇനി അടുത്തത് കുടുക്കുള്ള പ്രാർത്ഥന. പിന്നെ അടുത്തത് സ്തുതിപ്പിൻ്റെ പ്രാർത്ഥന. അടുത്തത് സോപ്പിൻ്റെ സ്ഥിരതയുള്ള പ്രാർത്ഥന. പിന്നെ അടുത്തതാണ് ബന്ധന പ്രാർത്ഥന. ഈ പ്രാർത്ഥന ബന്ധന പ്രാർത്ഥനയാണ് കേട്ടോ. പിശാചിനെ ബന്ധിക്കുന്നൊരു പ്രാർത്ഥന കൂടിയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനയുടെ ലാസ്റ്റ് പോർഷനിൽ നമ്മൾ വായിക്കും, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് അല്ലെങ്കിൽ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. പിശാചിൻ്റെ ആദ്യത്തെ മനുഷ്യനിലേക്കുള്ള വാതിൽ ഏതാണെന്ന് ചോദിച്ചാൽ പ്രലോഭനമാണ്. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു മിശിഹായെ ജഡത്തിൻ്റെ മേഖലകളിലും അധികാരത്തിൻ്റെ മേഖലയിലും എളിമയുടെ മേഖലയിലും ഒക്കെ പരീക്ഷിക്കുന്നുണ്ട്. പ്രലോഭനമാണ്, പ്രലോഭനം. സാത്താൻ്റെ മറ്റൊരു പര്യായ പദമെന്ന് പറയുന്നത് പ്രലോഭകനാണ്. അപ്പോൾ പ്രലോഭനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് ഒരു വിശ്വാസി കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ തിന്മകളിൽ നിന്നും വിടുതൽ കിട്ടും. ഇപ്പം ഒന്ന് കണ്ണടച്ചിട്ട് എല്ലാ പൈശാചികമായ പീഡകളിൽ നിന്നും വിടുതൽ നൽകി ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് യാചിച്ചുകൊണ്ട് സ്വർഗസ്ഥനായ ഒരു 10 പേര് കേൾക്കെ ഒച്ചത്തിലൊന്ന് ചൊല്ലിയേ. സ്വർഗസ്ഥനായ വലതുകരമുയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഭയം തോന്നുവാണെങ്കിൽ അപ്പോൾ സ്വർഗസ്നായ പ്രാർത്ഥന ചൊല്ലണം. നിരാശ തോന്നുവാണെങ്കിൽ അപ്പോൾ തന്നെ ഈ സ്വർഗസ്നായ പ്രാർത്ഥന തോന്നണം. ബലഹീനരായിക്കൊണ്ടിരിക്കുവാണെന്ന് തോന്നുമ്പോൾ, തഴക്കദോഷങ്ങളിൽ കുടുങ്ങുമ്പോൾ, പാപബന്ധനങ്ങളിൽ കുടുങ്ങുമ്പോൾ അപ്പോൾ തന്നെ ഈ സ്വർഗസ്നായ പ്രാർത്ഥന ചൊല്ലണം. അപ്പോൾ ഈ പൈശാചികമായ പീഡകളിൽ നിന്ന് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ആയതുകൊണ്ട്, അധികാരമുള്ള യേശു നാമത്തിലുള്ള പ്രാർത്ഥന ആയതുകൊണ്ട് നമുക്കതിൽ നിന്ന് വിടുതൽ കിട്ടും. അപ്പോൾ അത് ബന്ധന പ്രാർത്ഥനയാണ്. അവസാനത്തേത് ബന്ധം വളർത്തുന്ന പ്രാർത്ഥനയാണ് കേട്ടോ. ബന്ധം വളർത്തുന്ന പ്രാർത്ഥനയാണ്. ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഈശോയുടെ മുന്നിലിരുന്ന് ധ്യാനിച്ച് എഴുതിയതാണ്, ഒരു ടെക്സ്റ്റൊന്നും അല്ല. എൻ്റെ തലേന്ന് ആത്മാവ് തന്ന ചിന്തകളാണ്. ബന്ധം വളർത്തുന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്നായ പ്രാർത്ഥന എന്ന് പറയുന്നത്. ബന്ധം വളർത്തുന്ന പ്രാർത്ഥന. എങ്ങനെയാണ് ഈ പ്രാർത്ഥന ടീച്ചറെ ബന്ധം വളർത്തുന്ന പ്രാർത്ഥനയാവുന്നത്? ഒരു വരി കണ്ടെത്തിത്താ. ദൈവമായിട്ടുള്ള ബന്ധം വളർത്തുന്ന എവിടെയാണ്?
ഹലോ, ദൈവവുമായിട്ടുള്ള ബന്ധം വളർത്തുന്ന പ്രാർത്ഥനയാവുന്നത് എങ്ങനെയാണ് ഈ പ്രാർത്ഥന? ഒരു വരി, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കേട്ടോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഉണ്ടോ? ഫസ്റ്റ് ലൈൻ കണ്ടോ? അത്രയും നാളും യഹൂദർക്ക് ദൈവത്തെ ദൈവമേ എന്നൊക്കെ വിളിക്കാൻ ഭയമായിരുന്നു. ദൈവം എന്തോ ഒരു അകലങ്ങളിൽ നിൽക്കുന്നൊരു അദൃശ്യ ശക്തിയെ പോലെ അവർ കരുതിയിരുന്നത്. നമ്മുടെ കർത്താവ് ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിതാവ് പിതാവ് പിതാവ്, ഞാനും പിതാവ് ഒന്നാണ്, പിതാവ് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഭൂമിയിൽ അവതരിപ്പിക്കാൻ തുടങ്ങി. ദൈവം എന്നുള്ള കൺസെപ്റ്റിനേക്കാളും ഉപരി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അതായത് നമ്മൾ പ്രാർത്ഥിക്കാൻ ചെന്ന് കഴിയുമ്പോൾ ഈ പ്രാർത്ഥനയിലൂടെ ഒരു ഇൻറ്റിമസി വരികയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദൈവമേ എന്നല്ല പ്രാർത്ഥിക്കുക, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അപ്പാ, അമ്മേ. ആ ഒരു സ്നേഹവും ആർദ്രതയും നമ്മുടെ മനസ്സിലേക്ക് ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ വരണം. ഒരപ്പനോട് ഒരു മകള് പ്രാർത്ഥിക്കുന്നത് പോലെ, ഒരപ്പനോട് ഒരു കുഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആ ഒരു തുറവിയോടെയും ദാഹത്തോടെയും ഈ സ്വർഗസ്ഥനായ പ്രാർത്ഥന പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.